അമസോൺ വനങ്ങൾ ലോകത്തിലെ ഏറ്റവും വലിയ മഴവനങ്ങൾ എന്നറിയപ്പെടുന്നു. ദക്ഷിണ അമേരിക്കയിൽ, പ്രത്യേകിച്ച് ബ്രസീൽ, പെറു, കൊളംബിയ, വെനിസ്വേല, ഇക്വഡോർ, ബൊളീവിയ, ഗയാന, സുറിനാം, ഫ്രഞ്ച് ഗയാന എന്നീ രാജ്യങ്ങളിൽ വ്യാപിച്ചിരിക്കുന്ന ഈ വനങ്ങൾ ഏകദേശം 55 ലക്ഷത്തോളം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലാണ്. ഇവയെ ഭൂമിയുടെ ശ്വസനയന്ത്രം എന്നറിയപ്പെടുന്നു, കാരണം ഭൂമിയിൽ ഉത്പാദിപ്പിക്കുന്ന ഓക്സിജന്റെ വലിയൊരു പങ്കും ഇവ നൽകുന്നു. അമസോൺ വനങ്ങളുടെ ചരിത്രം മനസ്സിലാക്കുമ്പോൾ ആദിമകാലത്തിൽ ജീവിച്ചിരുന്ന ആദിവാസി ജനതകളെ മറക്കാനാവില്ല. ഇവിടം ആയിരക്കണക്കിന് വർഷങ്ങളായി വിവിധ ഗോത്രക്കാർക്ക് ആവാസവ്യവസ്ഥയായി പ്രവർത്തിച്ചിട്ടുള്ളതും അവർക്ക് സ്വന്തമായ സംസ്കാരവും ഭാഷകളും ആയിരുന്നുവെന്നതും ചരിത്ര സാക്ഷ്യങ്ങൾ തെളിയിക്കുന്നു. ഇവിടെയുള്ള മരങ്ങളും സസ്യജാലങ്ങളും അവരുടെ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു. ഭക്ഷണം, ഔഷധങ്ങൾ, വസ്ത്രങ്ങൾ മുതലായവ ഇതിൽ നിന്നാണ് ലഭിച്ചിരുന്നത്. 1541 കുറയ്ക്കുക 42 കാലഘട്ടത്തിൽ സ്പാനിഷ് യാത്രികനായ ഫ്രാൻസിസ്കോ ഡി ഓറെല്ലാന ആദ്യമായി അമസോൺ നദിയിലൂടെയുള്ള യാത്ര നടത്തി. അദ്ദേഹത്തിന്റെ യാത്രാന്വേഷണങ്ങൾ ആഫ്രിക്കയ്ക്ക് ശേഷം ലോകത്തിന്റെ ഈ ഭാഗത്തേക്കുള്ള യൂറോപ്യൻ ശ്രദ്ധയുടെ തുടക്കമായിരുന്നു. പിന്നീട് ഉപനിവേശ ഭരണകാലത്ത് അമസോൺ വനങ്ങൾ വ്യാവസായിക ആവശ്യങ്ങൾക്ക് വ്യാപകമായി ഉപയോഗിക്കപ്പെട്ടു, പ്രത്യേകിച്ച് റബ്ബർ ഉത്പാദനം മുഖ്യമായിരുന്നു. ഇന്ന് അമസോൺ വനങ്ങൾ മഹത്തായ ജൈവ വൈവിധ്യത്തിന്റെയും കാറ്റിൽ നിന്നും മഴയിലേക്ക് വഴിയാക്കുന്ന പ്രകൃതിരചനയുടെയും പ്രതീകമാണ്. പക്ഷേ വനനശീകരണം, ഖനനം, കാർഷിക വികസനം എന്നിവയുടെ പേരിൽ ഈ വനങ്ങൾ വലിയ ഭീഷണിയിലാണ്. അന്താരാഷ്ട്രതലത്തിൽ പല സംഘടനകളും ഈ വനങ്ങളെ സംരക്ഷിക്കാനുള്ള ശ്രമങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. സമാപനമായി പറയേണ്ടതെങ്കിൽ അമസോൺ വനങ്ങൾ മനുഷ്യചരിത്രത്തിന്റെയും പ്രകൃതിയുടെയും അതുല്യ സംഗമസ്ഥാനമാണ്. ഇവയുടെ സംരക്ഷണം നമ്മുടെ ഭാവിക്ക് അനിവാര്യമാണ്.